നമ്മുടെ പെരുന്നാളിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് മൈലാഞ്ചി തന്നെയാണ്. എന്താണ് സംഭവം? മൈലാഞ്ചി എന്തൊക്കെ വെറൈറ്റി ഉണ്ട്? നെയിൽക്കോണുണ്ട്. അത് ഓരോന്നിട്ട് എടുത്തൊന്ന് കാണിക്കോ? ഇത് നെയിൽക്കോൺ. നെയിൽക്കോൺ നഖത്തിൽ മാത്രം ഇടുന്നത് അല്ലേ? ഇത് എത്ര രൂപ വരും റേറ്റ്? 50 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് കാണിക്കും. സാധാ നോർമൽ മൈലാഞ്ചി ആണല്ലേ? ഇത് മറ്റേ പേസ്റ്റിൽ സാധാരണ നിങ്ങൾ അരച്ച് ഇടുന്നതാണ്, സെറ്റ് ചെയ്യണതാണ്. ഓർഗാനിക് സാധനമാണ്, നാച്ചുറൽ സാധനമാണ്. ഇത് എത്ര വരും? ഇത് 40 രൂപ. പിന്നെ ഇതൊക്കെ എന്താണ് സംഭവം? അപ്പൊ അതിന്റെ ഡെമോ, ഇതിന്റെ ഇത് കയ്യിൽ വെച്ചിട്ട് അതങ്ങ് ഇട്ടാൽ മതി അല്ലേ അതിന്റെ അകത്ത്? ഓക്കെ ഓക്കെ, സംഭവം കൊള്ളാം. പിന്നെ ഈ സുറുമ അത്ര ഇതെന്താണ്? സുറുമയല്ലേ? നെയിൽ ഹെന്ന അല്ലേ? ഓക്കെ, ഇത് എത്ര രൂപ റേറ്റ്? 100 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവർ സർവീസസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ട് ഇവിടെ തൊട്ടടുത്ത് വന്നിട്ട് 4 ഷർട്ട് 999 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷർട്ട് 999, 4 ഷർട്ട്സ് 1000 റുപ്പീസ്, 3 പാൻസ് 999 എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഭവം ഉള്ളത്. അപ്പോൾ ഫാൻസി ഷർട്ട്സ് ഒക്കെയാണ് സംഭവം ഇവിടുത്തെ മെയിനായിട്ടുള്ള ഓഫേഴ്സ്. ഇങ്ങനെ തൊട്ടടുത്ത് ഫ്രൂട്ട്സിൻ്റെ കടമുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ പൊറോട്ടയുടെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മുല്ലപ്പൂവാണ് സംഭവം ഉള്ളത്. കുറച്ചുകൂടെല്ലാം ഭയങ്കര റേറ്റാണ്. എല്ലാ സംഭവവും നല്ല റേറ്റുണ്ട്. നമ്മുടെ മമ്മേനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രോയാണ് സംഭവം ഇവിടെ സെയിൽ ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് വന്നിട്ട് നമ്മുടെ ഷാജഹാൻ ഫാക്ടറിയാണ്. 19 വർഷത്തെ പാരമ്പര്യം. അതുപോലെ തന്നെ പൂവിൻ്റെ ഒരു ചെറിയൊരു തട്ടുണ്ടായിരുന്നു. ആ ഒരു തട്ടും സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു അത്തറിൻ്റെ ഒരു സെഷനുണ്ട്. വരുന്ന സമയത്ത് വീണ്ടും മൈലാഞ്ചിയുടെ ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു സെഷൻസ് അത് ഞാനിവിടെ വരുന്ന സമയത്ത് ഈ ഒരു സൈഡ് വരുന്ന സമയത്ത് കുറച്ച് ഡ്രസ്സ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഉണ്ട്. ചപ്പൽസ് ഐറ്റംസിലാണ് ഈ ഒരു സൈഡിലുള്ളത്. പിന്നെ ഇവിടെയാണെങ്കിൽ കുറേ ചെറിയ ചെറിയ തട്ടുകളൊക്കെ ഉണ്ട്. അത് ഗവൺമെൻറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ അത്തറിൻ്റെ കാര്യങ്ങൾ, ഇപ്പുറത്തെ മൈലാഞ്ചിയുടെ ഒരു ചെറിയൊരു തട്ട്, അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു ഹെവി ക്രൗഡും കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സൈഡിൽ നോൺ വെജിൻ്റെ ഒരു ചെറിയൊരു സംഭവം. ഓക്കെ, ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ കടയാണ്. ആമിന കരിക്കും കട. തൊട്ടടുത്തുള്ളത് നമ്മുടെ സുഹൃത്തിൻ്റെ കട തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് നമുക്കിത് അവിടെ കാണാൻ വേണ്ടി പറ്റും. ആമിന കരിക്കും കടയൊക്കെ തൊട്ടടുത്തായിട്ട് ദർബാർ കിച്ചനുണ്ട്. അപ്പോൾ അവിടുത്തെ വിജയക്കാണ് കേസ് ഞങ്ങളിപ്പോൾ കാണുന്നത്. പൊറോട്ട അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് കുറച്ച് മട്ടനുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലുള്ള വിശേഷങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ഇഷ്ടംപോലെ തട്ടുകളുണ്ടായിരുന്നു. ആ തട്ടുകളൊക്കെ കുറേ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പൊറോട്ട മേക്കിങ്ങിൻ്റെ ഒരു സെഷനുണ്ട്. പൊറോട്ട മേക്കിങ് 10-12 ആ ഒരു റേറ്റിനൊക്കെയാണ് പൊറോട്ട മേക്കിങ്ങിൻ്റെ സംഭവം. അടി തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പുറത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് കേട്ടോ. ഒരു സൈഡ് വന്നിട്ട് ബീഫിൻ്റെ കൂടുതലായിട്ട് ഒരു സെഷനാണ്. നല്ല